തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെയും ഒരു സഹായവും നൽകാത്ത നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും 3.5 കോടി മലയാളികളെ അപമാനിക്കുകയാണെന്ന് EP ജയരാജൻ. ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെയും സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തോട് മോദിക്ക് അസഹിഷ്ണുതയാണെന്നും കേരള സർക്കാർ വയനാടിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്തെന്നും EP ജയരാജൻ പറഞ്ഞു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും കേരളത്തിനെതിരെ കള്ളപ്രചാരണം നടത്തിയിരുന്നു. മാധ്യമങ്ങൾ തെറ്റുതിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര താൽപര്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിന്നിട്ടുള്ളതെന്നും EP ജയരാജൻ പറഞ്ഞു. കേന്ദ്രത്തിന്റേത് മനുഷ്യത്വമില്ലാത്ത നിലപാടാണ്. ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി ഉടൻ പ്രഖ്യാപിക്കണമെന്നും കേരളത്തിന് 2200 കോടി രൂപ കേന്ദ്ര സഹായമായി അനുവദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. ഇന്ത്യൻ ജനത തന്നെയാണ് കേരളത്തിലും വയനാടിനു വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായ രംഗത്തിറങ്ങണമെന്നും LDF പ്രതിഷേധം ദില്ലിയിലും അലയടിക്കുമെന്നും തുടർന്ന് അദ്ദേഹം പറഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ കേരളത്തിന്റെ വേദന കാണണമെന്നും അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് അപലപനീയമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ കേരളത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞ ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ സഫലമാക്കണം. ഒരു പ്രധാനമന്ത്രിയുടെ വാക്ക് സമീപനം ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയി കൃഷിക്കാരോട് മാപ്പ് പറഞ്ഞു, എല്ലാ ആനുകൂല്യങ്ങളും തരാമെന്ന് പറഞ്ഞു. 13 മാസക്കാലം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ ഒന്നും കൊടുത്തില്ല. ഇപ്പോഴവിടുത്തെ കൃഷിക്കാർ ഇതാ സമരരംഗത്താണ്. ഇത് BJPയുടെ ശീലമായിരിക്കും. നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ള BJPയുടെ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ 3.5 കോടി മലയാളികളുടെ സംഘശക്തി ഒന്നിപ്പിക്കുക, കരുത്ത് നേടുക. നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം കൂടുതൽ സഹായങ്ങളും പിന്തുണയും വേണം. അതോടൊപ്പം ഈ സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം.